ഹായ് ഓൾ, ഇറ്റ്സ് മീ ഫാസിൽ. മക്കളെ, നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസിലേക്ക് കടന്നിട്ടുണ്ട്. +2 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ +1 +2 കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം +2 വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതും C++ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പൊ മക്കളെ, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാപ്റ്റേഴ്സ് മാത്രമേ എന്തുള്ളൂ C++ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള 4, 5, 6, 7 ചാപ്റ്റേഴ്സ് ഒക്കെ വെബ് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ്, അതായത് HTML ബേസ് ചെയ്തിട്ടൊക്കെയാണുള്ളത്. സോ പിന്നെ നമുക്ക് SQL അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിന് നിങ്ങൾ +1 പഠിച്ച പോലെ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സും ആണുള്ളത്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഓണം എക്സാം ആണ്. ഓണം എക്സാമിന് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, അതിനുള്ളൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ +2 കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്? നമുക്ക് നോക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് കമ്പ്യൂട്ടർ സയൻസിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും? 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. അതും 4ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കേണ്ട, കുറച്ച് പോർഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ എത്ര മാർക്കിനാണ് വെയിറ്റേജ് വരിക? ടോട്ടൽ ഒരു 25 മാർക്കിനാണ് വെയിറ്റേജ്. അതായത് 25 മാർക്കിന് നമ്മുടെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് വെച്ചിട്ട് വേണം പഠിക്കാൻ. കാരണം 25 മാർക്കിന് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് വരിക? 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അതാ കാണുന്നില്ലേ, 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 17 മാർക്കിനാണ് മക്കളെ ക്വസ്റ്റ്യൻ വരിക. കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സും അതിന്റെ എക്സാമ്പിൾസും ഒക്കെയാണ് പഠിക്കാനുള്ളത്. ദെൻ വെബ് ടെക്നോളജി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. നമ്മുടെ പബ്ലിക് എക്സാമിനും ഓണം എക്സാമിനും മോഡൽ എക്സാമിനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് ഏത്? വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. അതിന് 26 മാർക്കിനാണ് നമ്മുടെ ഓണം എക്സാമിന് ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോ ഇത് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 60നും കൂടുതൽ വരും. ഇത് ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്രയും മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. ആൻഡ് ഇനി നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം. എന്താണ് ഇതിൽ പഠിക്കേണ്ടത് വേണ്ടേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര മാത്രം ക്വസ്റ്റ്യൻസ് വരാം, ഇത്രയും മാർക്കിന് ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞു. ഇനി അതിലുള്ള നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ലിസ്റ്റ് ആണ് ഈ കാണുന്നത്. അതായത് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏതൊക്കെയാണ്? വാട്ട് യു മീൻ ബൈ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മെമ്മറി അലോക്കേഷൻ ഓഫ് സ്ട്രക്ചറിന്റെ ആ ഒരു സ്ട്രക്ചർ വേരിയബിളും അതിന്റെ മെമ്മറി അലോക്കേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആക്സസിങ് എലമെന്റ്സ്, ഒരു സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അതുപോലെ വാട്ട് യു മീൻ ബൈ നെസ്റ്റഡ് സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അറേസ് വേഴ്സസ് സ്ട്രക്ചർ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അറേ വേഴ്സസ് സ്ട്രക്ചർ. ദെൻ പോയിന്റ്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്ട്രക്ചറിൽ പഠിക്കാനുള്ളതാണ്. ദെൻ പോയിന്റർ, എന്താണ് പോയിന്റർ എന്ന് അറിയണം. മെത്തേഡ് ഓഫ് മെമ്മറി അലോക്കേഷൻ, പോയിന്ററിന്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണെന്ന് അറിയണം. ദെൻ മെമ്മറി ലീക്ക് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, മെത്തേഡ് ഓഫ് മെമ്മറി അലോക്കേഷനിൽ 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ന്യൂവും ഡിലീറ്റും. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ ഓപ്പറേഷൻസ് ഓൺ പോയിന്ററിലുള്ള ഓപ്പറേഷൻസ്, പോയിന്റർ ആൻഡ് അറേ ഡിഫറൻസ് ആണ്. പോയിന്ററും അറേയും തമ്മിലുള്ള ഒരു കുറച്ച് ബന്ധങ്ങളുണ്ട്, നമ്മൾ ടേബിളായിട്ട് പഠിച്ചിട്ടുണ്ട്, അതറിയണം. അതുപോലെ തന്നെ ഡൈനാമിക് അറേ അറിയണം. ക്ലിയർ? അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പോയിന്റർ ആൻഡ് അറേ എന്ന് പറയുന്ന സമയത്ത് അറേയിൽ പോയിന്റേഴ്സ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ദെൻ
പോയിന്റർ ആൻഡ് ഡൈനാമിക് അറേ, പോയിന്റർ ആൻഡ് സ്ട്രിങ്, സ്ട്രിങ്ങിൽ പോയിന്റർ വരുന്നത്, അതുപോലെ തന്നെ അറേ ഓഫ് സ്ട്രിങ്, അതുപോലെ തന്നെ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ, സ്ട്രക്ചറിനകത്ത് പോയിന്റർ വരുന്നത്, ആൻഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ആഫ്റ്റർ സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഏതൊക്കെയാണ്? പ്രോഗ്രാമിംഗ് പാരഡിഗം, അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഊപ്പ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒബ്ജക്ട്സ് എന്താണ്, ക്ലാസ് എന്താണ്, അതുപോലെ തന്നെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. പോളിമോർഫിസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓണം എക്സാമിന് പോളിമോർഫിസം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ, അതും ചെറിയൊരു ചാപ്റ്റർ ആണ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതില് വാട്ട് യു മീൻ ബൈ ഡാറ്റ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ഹൈറാർക്കി പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ അറിയണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അതിന്റെ അൽഗോരിതം പഠിക്കണം, അതിന്റെ ഓപ്പറേഷൻസ് പഠിക്കണം. ഓക്കെ. ആൻഡ് ഫൈനൽ വൺ, നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്റർ, വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. ക്ലയന്റ് ടു വെബ് സെർവർ ആൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. SSL സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഏരിയ ആണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. സെർവർ ടു ക്ലയന്റ് ടു സെർവർ ആൻഡ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വെബ് സെർവർ ടെക്നോളജീസ്. വെബ് സെർവറിനെ കുറിച്ച് അറിയണം, സോഫ്റ്റ്വെയർ പോർട്സിനെ കുറിച്ച് അറിയണം, DNS ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജിനെ കുറിച്ച്. ആൻഡ് ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളും അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ കുറിച്ചും അറിയണം. നെക്സ്റ്റ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നറിയണം. അതുപോലെ തന്നെ HTML ബേസിക് HTML കുറിച്ച് അറിയണം. ദെൻ കണ്ടെയ്നർ ടാഗ് ആൻഡ് എംപ്റ്റി ടാഗ്, ക്ലോസിംഗ് ടാഗ് ഉള്ള ടാഗുകളെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ടാഗ് ഇല്ലാതെ ഓപ്പണിംഗ് ടാഗ് മാത്രമാണെങ്കിൽ നമ്മൾ എംപ്റ്റി ടാഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോഡി ടാഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എന്താണ്? ബോഡി ടാഗിനെ കുറിച്ചും അതിൻ്റെ ആട്രിബ്യൂട്ടുകളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ദെൻ ബാക്കിയുള്ള ടാഗുകൾ, സിമ്പിൾ ടാഗ്, പാരഗ്രാഫ് ടാഗ്, H1, H2, H3, H4, H5 എന്ന് പറയുന്ന ടാഗുകൾ ഉണ്ട്. ഇത് ഇങ്ങനെയല്ല, ക്ലോസ് H1, അതുപോലെ തന്നെ H2 ഓപ്പൺ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്, H4, H5, H6 ഒക്കെ ടാഗുകളാണ്. H1, H2, H3, H4, H5, H6 ഇതിനൊക്കെ എന്തുണ്ട്? ക്ലോസിംഗ് ടാഗും ഉണ്ട് കേട്ടോ. ഞാൻ വരക്കുന്നില്ല, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അതുപോലെ തന്നെ BR ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ HR ഹൊറിസോണ്ടൽ ലൈനിന് വേണ്ടി HR ടാഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടാഗ്സ് ഉണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് ആണ്. ടെക്സ്റ്റ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അങ്ങനെ കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഉണ്ട്. ദെൻ അടുത്തത് സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, നമുക്കതൊന്ന് തിരുത്താം, SUP ആണ്. സബ്സ്ക്രിപ്റ്റ് താഴെ വരാൻ സബ്സ്ക്രിപ്റ്റ്. ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ് SUP,
SUP കണ്ടോ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, രണ്ട് സ്ക്രിപ്റ്റിംഗ് ടാഗുകൾ, നമ്മൾ ടാഗുകൾ, രണ്ട് ടാബുകൾ ഉണ്ട്. അതുപോലെ ആ ടാഗും അതേപോലെ തന്നെ ഫോണ്ട് ടാഗ് എല്ലാവർക്കും അറിയാം, ഫോണ്ട് ടാഗ് ആൻഡ് ഇമേജ് ടാഗ്. അപ്പൊ മക്കളെ ഈ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. പക്ഷെ ഇത് മൊത്തത്തിൽ പഠിക്കണ്ട. ഓൾമോസ്റ്റ് നമ്മുടെ എക്സാമിന് ഈ ബോഡി ടാഗ് വരെയൊക്കെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ബാക്കിയൊക്കെ നമുക്ക് ബാക്കിയുള്ള അടുത്ത സെക്കൻഡ് ടെർമിനൽ എക്സാമിനൊക്കെയാണ് ചോദിക്കുക. ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ഏകദേശം ഈ ഒരു ചാപ്റ്ററിന്റെ പകുതി മാത്രമേ ചോദിക്കാറുള്ളൂ. അതായത് ബോഡി ടാഗ് വരെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിച്ചു പൊക്കോളൂ. ചെറിയ ക്വസ്റ്റ്യൻ വന്നാലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 26 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 26 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ മക്കളെ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വൈസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 4 ചാപ്റ്റേഴ്സും സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഈ 4 ചാപ്റ്റേഴ്സിലും നിങ്ങൾ പഠിക്കേണ്ട ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ ചെക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഈ ടോപ്പിക്കുകളൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ മക്കളെ ഇതാ ഈ ഓരോ ചാപ്റ്റേഴ്സിന്റെയും കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലും അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് ലൈവ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ലൈവിൽ വരണം. ആപ്പ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു. ഈ ഒരു +2 ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ JEE പഠിച്ചൊരു ബിടെക്കിനാണോ അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, +2ലെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഓണം എക്സാം. ഓണം എക്സാമിന് ഫുൾ മാർക്ക് തന്നെ, നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. യൂട്യൂബിൽ നമ്മുടെ മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ക്ലാസ്സിലേക്കും ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പൊളിക്കല്ലേടാ, നിങ്ങൾ ഉണ്ടാവില്ലേ, ഞാൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു ഇയറിൽ സെറ്റ് ആക്കും. അപ്പോ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഫാസിൽ ഫ്രം ഏഗൻ ലേണിംഗ്. ബൈ.